വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ആ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതോ കൂടെ നിർത്തുന്നതോ ആയ നിലപാടുകൾ സ്വീകരിക്കുന്നു. LDFന് വലിയ തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. LDFിനൊപ്പം നിൽക്കുന്ന നാഷണൽ ലീഗ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുൽ അസീസ് ആ തോൽവിയെ വിലയിരുത്തുകയാണ്. എന്തൊക്കെ കാരണങ്ങളാണ് ഇത്ര വലിയ ഒരു പരാജയം ഉണ്ടായിട്ടുള്ളത്? കേരളത്തിലെ ജനത വലിയ തോതിൽ പ്രചണ്ഡമായ വികസന പ്രചാരണങ്ങളെ അല്ല മുഖവിലക്കെടുത്തിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഗവൺമെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുന്ന മുന്നണിയുടെയും വിവിധ വിഷയങ്ങളിലുള്ള നയനിലപാടുകളോടാണ് പൊതുസമൂഹം പ്രതികരിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. നമുക്കറിയാം, പല വിഷയങ്ങളിലും കേരളം പൊതുവെ ഒരു മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകണം എന്ന് വിചാരിക്കുന്ന പൊതുസമൂഹത്തിൻ്റെ നാടാണ്. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പോലും അതിനോട് ശക്തമായ പ്രതിരോധം തീർക്കാൻ ഗവൺമെൻറ് അനിവാര്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, മുന്നണി ആവശ്യമായ വിധത്തിൽ പ്രതികരിക്കാൻ മുന്നണി നേതൃത്വവും ഗവൺമെൻറ്റിൻ്റെ ചില മേഖലകളും തയ്യാറായിട്ടില്ല എന്ന് പൊതുസമൂഹം വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്നാണ്. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ്റെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ആ തിരിച്ചടി ഉണ്ടാക്കിയെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതോ കൂടെ നിർത്തുന്നതോ ആയ നിലപാടുകൾ സ്വീകരിക്കുന്നു ഭരണ നേതൃത്വം എന്ന വിശ്വാസം ആളുകൾക്കിടയിൽ ഉണ്ടായി. ആ വിശ്വാസത്തെ ചോദ്യം ചെയ്യുക എന്ന അനിവാര്യമായ സാഹചര്യം രൂപപ്പെട്ടു പിന്നീട് എന്നതാണ് സത്യം. വിവാദ സമയത്ത് പോലും മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും അതും വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും അത് ചർച്ചയായപ്പോൾ പോലും അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം ന്യായീകരിക്കുന്ന സമീപനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായി എന്നത് ആളുകൾക്ക് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 10 വർഷം മുമ്പുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വെള്ളാപ്പള്ളി നടത്തിയ ഒരു പ്രസ്താവനയെക്കുറിച്ച് കേരള തൊഗാഡിയ എന്ന് വിശേഷിപ്പിച്ച കക്ഷിയാണ് അദ്ദേഹത്തെ ഈ വിധത്തിൽ ചേർത്ത് നിർത്തിയത് എന്നത് ആ മാറ്റത്തെ ജനങ്ങൾ അത്തരത്തിൽ തന്നെ വിലയിരുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ LDFിൽ നിന്ന് ആ ഒരു പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ചോർന്നു പോയി എന്നാണോ? ഇത് ഒരു ന്യൂനപക്ഷ വോട്ടുകളുടെയോ മുസ്ലിം വോട്ടുകളുടെയോ വിഷയമായി ഞാൻ കാണുന്നില്ല. മറിച്ച് കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളോട് ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് മതനിരപേക്ഷ സമൂഹമാണ് യഥാർത്ഥത്തിൽ വിലയിരുത്തൽ നടത്തിയിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമൊന്നുമില്ലാത്ത മണ്ഡലങ്ങളാണല്ലോ നമ്മുടെ കോട്ടയം, ഇടുക്കി ജില്ലകളിലൊക്കെ പലയിടത്തും ഉള്ളത്. 3% താഴെ മാത്രം മുസ്ലിം ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിൽ പോലും വലിയ തോതിൽ മാറ്റമുണ്ടായി. ആ മാറ്റമുണ്ടായതിൻ്റെ കാരണം കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം ഇത്തരത്തിലുള്ള സമീപനങ്ങളെ ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന വിശ്വാസക്കാരാണ്. അതാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി വന്നിട്ടുള്ളത്. അതുപോലെ ശബരിമല വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ശബരിമല വിഷയം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. അത് ഈ തെരഞ്ഞെടുപ്പിലും ചെറിയ തോതിൽ അതിൻ്റെ അലയൊലികൾ ഉണ്ടായിരുന്നേക്കാം. പക്ഷേ അതിനേക്കാൾ പ്രധാനം മറ്റു പല കാര്യങ്ങളുമായിരുന്നു. ശബരിമലയും അതിലൊരു കാരണം മാത്രമായി കാണാൻ കഴിയും. നേതാക്കളുടെ ധാർഷ്ട്യവും അതും ഒരു ഘടകമായി മാറുന്നുണ്ട്. പലയിടങ്ങളിലും ചെല്ലുന്ന സമയത്തൊക്കെ ചില സ്ഥാനാർത്ഥികളെക്കുറിച്ച് ആളുകൾ അത്തരം അഭിപ്രായങ്ങൾ കൂടി പങ്കുവച്ചിരുന്നു. CPM പാർട്ടിക്കകത്ത് അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാണ് വാർത്തകളും സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്കാര്യങ്ങൾ അവർ തന്നെ ചർച്ച ചെയ്യട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും വലിയ തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ പരിശോധിക്കണം, തിരുത്തലുകൾ അനിവാര്യമാണ് എന്നുകൂടി അബ്ദുൽ അസീസ് പറഞ്ഞു വെക്കുന്നു. കോഴിക്കോട് നിന്ന് നിഖിലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.